എന്താണോ തിയറി ഋക്കാണ്. അതെ. അപ്പോൾ ഋഗ്വേദത്തിന് വേണ്ടതായ സാമഗ്രികളാണ് യജുർവേദം. ഒരു ദൈവജ്ഞനാണെങ്കിൽ പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് മനുസ്മൃതിയെങ്കിലും പഠിക്കണ്ടേ? ഓരോ മന്ത്രത്തിൻ്റെ അകത്തും ഇത്ര പഞ്ചഭൂതങ്ങളുടെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വേദസംഹിതയാണ് ഇന്നത്തെ കാലങ്ങളിൽ ഒരുപാട് പേര് നിയമസംഹിതയായിട്ട് പലരും ഫോളോ ചെയ്യുന്നത്. വേദം ഒരു പ്രത്യേക വിഭാഗക്കാർക്കുള്ളതേ അല്ല. വേദങ്ങൾ, സ്വാമി ബാക്കിലേക്ക് സ്വാഗതം. പ്രണാമം. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് എല്ലാ പേരും വളരെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ നിൽക്കുന്ന പല സ്വാമിജിമാരും പല വേദങ്ങളും വിഴുങ്ങാറുണ്ട്, അത് അറിഞ്ഞോ അറിയാതെയോ. പക്ഷേ വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വേദങ്ങൾക്ക് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും അസ്ട്രോളജിയിലൂടെ ഒന്ന് വിവരിക്കാമോ? പ്രണാമം. വളരെ സന്തോഷമുണ്ട്. വളരെ ഇറ്റ് ഈസ് അമേസിങ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഒന്നാമത്. രണ്ടാമത്തത്, ഇതിനൊരു മാഗ്നിറ്റ്യൂഡ്, ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു ഹൈലി ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അതിനകത്ത്. ബിക്കോസ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ്. അതെ. ഇനി വേദം ഒരു പ്രത്യേക വിഭാഗക്കാർക്കുള്ളതേ അല്ല. അതെ. ഇറ്റ്സ് റിയലി സ്പീക്കിംഗ്. അപ്പം ഇതിൽ വേദത്തിൻ്റെ പ്യുവറായിട്ടുള്ളതായ തിയറിറ്റിക്കൽ പാർട്ടുണ്ട്. എന്താണോ വേദം, അതിൻ്റെ പെർഫെക്റ്റായിട്ട് ആദ്യം വരുന്നതായ ഒരു വിഭാഗം, ഇതിനെയാണ് ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് എന്ന് പറയുക. ഇതിനെ സംഹിത എന്നാണ് പറയുക, വേദസംഹിത എന്ന് പറയും. ഈ തിയറിറ്റിക്കൽ പാർട്ടായിട്ടുള്ളതായ വേദസംഹിത എന്താണോ പറയുന്നത്, അതിൻ്റെ ഒരു ക്രിയ, മെറ്റീരിയലിറ്റിക് വാല്യൂ ഉണ്ട്. ഹൗ ടു ഫോളോ എന്നുള്ളത്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ്, അതിനെയാണ് ബ്രാഹ്മണം എന്ന് പറയുക. അപ്പോൾ ബ്രാഹ്മണം എന്ന് പറയുന്നതായ സെക്ഷനിൽ ഓൾറെഡി തിയറിറ്റിക്കൽ പാർട്ടായിട്ടുള്ളതായ സംഹിത ഉണ്ട് ഉള്ളിൽ. ഇനി സംഹിത പഠിച്ച് ബ്രാഹ്മണത്തെ ഫോളോ ചെയ്ത് അതിനെ എങ്ങനെ തമ്മിൽ മിശ്രിതമാക്കി ഉപാസന ചെയ്യണം എന്നുള്ളതായ ഒരു വിഭാഗമുണ്ട്. ഇതിനെയാണ് ആരണ്യകം എന്ന് പറയുക. അപ്പോൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഇത് മൂന്നും തന്നെ ചെയ്യേണ്ടതാണ്, ആചരിക്കേണ്ടതാണ്. ഇത് ആചരിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവം, അത് മാഗ്നാനിമസ് ആയിരിക്കും. ആ അനുഭവത്തെയാണ് ഉപനിഷത്ത് എന്ന് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ വേദസംഹിത അത് തിയറിറ്റിക്കൽ പാർട്ട്, ഇതിൻ്റെ പ്രാക്ടിക്കൽ വിഭാഗം ബ്രാഹ്മണങ്ങൾ. ഇനി ഇവയെ തമ്മിൽ മിശ്രിതമാക്കിക്കൊണ്ട് ചെയ്യേണ്ട ക്രിയകൾ, അതാണ് ഉപാസനാകാന്ഡം എന്ന ആരണ്യകം. ഇത് മൂന്നും ആചരിച്ച് വരുമ്പോൾ കിട്ടുന്ന ഫലം എന്താണോ അനുഭവമായിട്ട് വരുന്നത്, വൺ വിത്ത് ദ ഗോഡ് എന്നുള്ള അനുഭവമാണ് വരിക. അതിനെയാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുക. അപ്പോൾ വേദത്തിന് ഓൾറെഡി സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന ഹൊറിസോണ്ടൽ ഡിവിഷൻ ഉണ്ട്. അതെ. അതെ സ്വാമി, ഈ പറയുന്ന എക്സ്പ്ലനേഷൻ അത് ഈ വേദസംഹിത എന്ന് സ്വാമി പറഞ്ഞില്ലേ, വേദസംഹിതയാണ് ഇന്നത്തെ കാലങ്ങളിൽ ഒരുപാട് പേര് നിയമസംഹിതയായിട്ട് പലരും ഫോളോ ചെയ്യുന്നത്. വളരെ ഓപ്പണായിട്ട് നടന്ന പല ജഡ്ജ്മെൻറ്റിനകത്തും അത് വളരെ ക്ലിയറാണ്. പക്ഷേ ഈ പഠിക്കണമെന്ന് പറയുന്നില്ലേ, ഈ പറയുന്ന വേദത്തിനകത്ത് യജുർവേദം, അഥർവ്വേദം, സാമവേദം, ഈ പറയുന്ന ഏറ്റവും ടഫായിട്ട് നിൽക്കുന്ന യജുർവേദം പല ആൾക്കാരും പഠിക്കാൻ തയ്യാറെടുക്കുന്നില്ല. കാരണം പല ജ്യോതിഷന്മാരും പല സ്വാമിജിമാരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രമാണങ്ങൾ പറയാറുണ്ട്, അല്ലേ? ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത 2 പ്രമാണം പറയും. പ്രമാണം പലർക്കും മനസ്സിലാവണമെന്ന് തന്നെ ഇല്ല. പക്ഷേ ആ വേവ് ലെങ്തിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് ആ വിദ്യ അഭ്യസിപ്പിച്ചവർക്കോ മാത്രം മനസ്സിലാവും. പക്ഷേ ഈ പ്രമാണങ്ങളെ, ഇത്രയും ടഫസ്റ്റായിട്ട് നിൽക്കുന്ന പ്രമാണങ്ങളെ ഈ ഋഗ്വേദത്തിൽ നിന്ന് പഠിക്കാൻ എന്തുകൊണ്ട്, എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമായണം, അല്ലെങ്കിൽ ഇപ്പോൾ ഭഗവത്ഗീതയെ പറയുന്നത് ഗ്രാജുവേറ്റ് എന്നും
നമ്മുടെ ഭാഗവതം പറയുന്നത് MBA ആയിട്ടുമാണ്. ഫോർ എക്സാമ്പിൾ MA അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രാജുവേറ്റ്, ഹയർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അടുത്ത തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നാവിഗേറ്റ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ ഋഗ്വേദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള വേദങ്ങൾ എന്ന് പറയുന്നത് വളരെ ടഫാണ്. അപ്പോൾ ഈ സ്വാമി പറയുന്നത് പോലെ എല്ലാവർക്കും എങ്ങനെ ഇത് ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റും? ഒരു ആചാര്യനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനാണെങ്കിൽ പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മനുസ്മൃതിയെങ്കിലും പഠിക്കണ്ടേ? അപ്പോൾ സ്വാമി പറയുന്ന ഈ സമയം എങ്ങനെയായിരിക്കും ഇവർക്ക് പഠിക്കാൻ പറ്റുക? ഇതിൽ നോക്കൂ, ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇവിടെ വേദം എന്ന് പറയുന്നതായ ഈ 4 വിഭാഗങ്ങൾ, അതെ, ഇതിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി വന്നതായ കാലഘട്ടത്തിൽ അനേകം സംഹിതകൾ ഒരു ഭാഗത്ത്, അതെ, അനേകം ബ്രാഹ്മണങ്ങൾ ഒരു ഭാഗത്ത്, ആരണ്യകങ്ങൾ കാണാനേ ഇല്ല, ഉപനിഷത്തുക്കൾ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായ കാര്യങ്ങൾ നടന്നിരുന്നു. അതെ. ടോട്ടല് ഈ ഒരു അവസ്ഥയിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി തൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് ഇതിനെ മുഴുവൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന ഒരു 4 സിസ്റ്റം ഉണ്ടാക്കി. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്കതിനെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വെള്ളം വേണം, അപ്പോൾ വെള്ളം വേണം എന്നുള്ളതിൻ്റെ വെള്ളത്തിന് എന്ത് ചെയ്യാം? കിണർ കുഴിക്കണം. അപ്പോൾ കിണർ കുഴിക്കുക എന്നതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ. ഇതിനെയാണ് ഋഗ്വേദം എന്ന് പറയുക. അപ്പോൾ ഏതൊരു ജ്ഞാനത്തിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടാണോ ഇത് മുഴുവൻ ഋഗ്വേദമാണ്. ഇനി കിണർ കുഴിക്കുക എന്നതിന് വേണ്ട സാമഗ്രികൾ എന്താ? ചകട വേണം, കിളയ്ക്കാനുള്ള ഐറ്റങ്ങൾ വേണം, പിക്കാസ് വേണം, മെഷീൻ വേണം. ഇതെല്ലാം തന്നെ യജുർവേദത്തിൽപ്പെടും. അതെ. വാട്ട് ആർ ദ മെറ്റീരിയൽസ് ഫോർ ദാറ്റ്? അപ്പോൾ എന്തിനുള്ളതാണ്? ഋഗ്വേദത്തിനുള്ള മെറ്റീരിയൽസാണ്. യു ഗോട്ട് മൈ പോയിന്റ്. കറക്റ്റ്. എന്താണോ തിയറി ഋക്കാണ്. അതെ. അപ്പോൾ ഋഗ്വേദത്തിന് വേണ്ടതായ സാമഗ്രികളാണ് യജുർവേദം. മനസ്സിലായോ? മനസ്സിലായി. ഇനി പ്ലാനിങ് ഉണ്ട്, ആഴമുണ്ട്, നീളം എത്ര വേണമെന്നൊക്കെയായി സാമഗ്രികളുമായി ഹൗ ടു ഇൻട്രാക്ട് വിത്ത് ദം, എങ്ങനെയാണ് ഇതിനെ മോഡുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര വട്ടത്തിന് ഇത്ര കുഴി കുഴിച്ച് ഇത്ര ആഴത്തിൽ എന്നുള്ളതായ ചെയ്യേണ്ട സിസ്റ്റമാണ്. ഇതിനെയാണ് സത്യത്തിൽ നമ്മൾ എന്ത് പറയുക? സാമവേദം എന്ന് പറയുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ കിണർ കുഴിക്കുക എന്നത് ഋക്കും, സാമഗ്രികൾ യജുസും, കുഴിക്കുന്ന ആ ടെക്നോളജി സാമവേദവുമായി. അപ്പോൾ ഇത് ചെയ്തു, വെള്ളം വന്നു, ഇനി എന്ത് ചെയ്യണം? ഹൗ ടു പ്രൊട്ടക്ട് ദാറ്റ്. അതെ. അപ്പോൾ പ്രൊട്ടക്ഷനാണ് അഥർവവേദം. മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ ഈ 4 ഡിവിഷൻസ് ഹൊറിസോണ്ടലായിട്ടും ഡിവിഷൻസ് ലംബമായിട്ടും പെർപെൻഡിക്കുലറൈസ് ആയിട്ടും വന്നു. അപ്പോൾ 16 പീസ് ടോട്ടൽ സ്റ്റഡി എന്ന് പറയുന്ന സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പഠിക്കുക എന്നത് 4 ഇങ്ങോട്ടും 4 ഇങ്ങോട്ടും ആയപ്പോൾ 16 വിഷയങ്ങളായി. ഇതിനെ 6 തരം സിസ്റ്റത്തിലേ പഠിക്കാൻ പറ്റൂ. ഇതിനെയാണ് ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വേദപുരുഷൻ എന്ന് പറയുന്ന ഭഗവാന്റെ ടൈം സ്റ്റഡി ആയിട്ടുള്ളതായ കണ്ണുകളെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതായത് ഓരോ മന്ത്രത്തിൻ്റെ അകത്തും ഇത്ര പഞ്ചഭൂതങ്ങളുടെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇത്ര അതിൻ്റെ സിസ്റ്റമാണ് എന്ന് തെളിയിക്കുന്നതായ കാഴ്ച കൊടുക്കുന്ന കണ്ണ്. അതുകൊണ്ടാണ് ജ്യോതിഷത്തിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇതാണ് 6 ശാസ്ത്രങ്ങൾ. ഇതിൽ ജ്യോതിഷശാസ്ത്രം ഇല്ലാതെ ഒരു ശാസ്ത്രത്തിനും നിലനിൽക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടാണ് വേദം ജ്യോതിഷവുമായി ഇത്രയധികം ബന്ധം വരാൻ കാരണം. മാത്രമല്ല വേദമന്ത്രങ്ങൾ ചൊല്ലുന്നതായ സമയം നിശ്ചയിക്കുന്നത് ജ്യോതിഷമാണ്.